നബിതങ്ങളുടെ 1500ാമത് ജന്മദിനാഘോഷത്തിന്റെ മകള് വരുന്ന വരവ് കണ്ട. ആഹാ, ഇഷ്ടംപോലെ സാധനമൊക്കെ കിട്ടിയല്ലോ ഇന്ന് നബിതങ്ങളുടെ നബിദിന. എത്രാമത്തെ നബിദിന? 1500ാമത്തെ നബിദിന അല്ലേ? ഇതൊക്കെ ആരാ തന്നത് കുഞ്ഞിന്? ആണാ? എന്നാ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം അല്ലേ? എടുത്തുണ്ടോ? നമ്മുടെ വീട്ടിൽ ഇപ്പൊ പെരുന്നാളാകുമ്പോ നമ്മൾ നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അയൽപക്കത്തുള്ള ഹൈന്ദവനും ക്രൈസ്തവനും ഒക്കെ കൊടുക്കാറുണ്ട്. അവരുടെ ഊണത്തിന് നല്ല പായസവും നല്ല സദ്യയും അവർ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരാറുണ്ട്. ഇതിനൊക്കെ വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഇവിടെ മാനുഷികമായ പരിഗണന പരസ്പരം വേണം എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്ദാർ. ഇന്നലെ ആയിരുന്നു ഓണാഘോഷം, ഇന്നലെ ആയിരുന്നു നബിദിനവും. ഇന്നും പല മദ്രസകളിലും നബിദിനാഘോഷങ്ങളുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന ആരുടെയൊക്കെ നാട്ടിൽ ഇന്ന് നബിദിനാഘോഷങ്ങളുണ്ട്, റാലിയും മറ്റാഘോഷങ്ങളൊക്കെ. എൻ്റെ നാട്ടിലും ഇന്നാണ് നബിദിനാഘോഷങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്നലെ ഒരു ഫോട്ടോ കണ്ടു. പാണ്ടിക്കാട് കുഞ്ഞാൻ എന്നൊരു വ്ളോഗർ ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് നല്ല പൂക്കളൊക്കെ ഇട്ടിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് ഇരിക്കുന്നൊരു ഫോട്ടോ. ആ ഫോട്ടോ ഫേസ്ബുക്കിൽ ഇടുന്നു. ആ ഫോട്ടോക്ക് താഴെ ഒരുപാട് പേര് ഭയങ്കര ആക്രമണമാണ്. അതിലെനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത് ഒരു ബാക്കവി ഉസ്താദ് സ്നേഹത്തോടു കൂടി പാണ്ടിക്കാട് കുഞ്ഞാനോട് സ്നേഹപൂർവ്വം പറയാണ്, ആ ഉസ്താദ് പറയാണ്, ഇങ്ങനെ സഹോദര മതങ്ങളുടെ ആഘോഷങ്ങൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പോസ്റ്റാക്കിടുന്നത്? നിങ്ങളൊരു മതവിശ്വാസിയല്ലേ? സ്നേഹപൂർവ്വമാണ് ഉസ്താദ് പറയുന്നത്. ഇതൊക്കെ ഈ പൂക്കളൊക്കെ ഇട്ടിരിക്കുക, പൂക്കളൊക്കെ ഇടുന്നത് രീതിയൊക്കെ ഒരു മത ആചാരങ്ങളാണ്. ഉസ്താദിനെതിരെ ഒരുപാട് ആളുകൾ വിമർശനങ്ങളാണ്. നിങ്ങൾ പറയുന്നത് വർഗീയതയാണ്, നിങ്ങൾ എന്ത് മനുഷ്യനാണ്? ഞങ്ങൾ ഓണം ആഘോഷിക്കും, ക്രിസ്മസ് ആഘോഷിക്കും, നബിദിനം ആഘോഷിക്കും. ഇതിൽ ഏറ്റവും കൗതുകരം, ഇന്നലെ നബിദിനാഘോഷമായിട്ട് ഒരു പോസ്റ്റർ പോലും, ഇന്നലെയാണ് ഒഫീഷ്യലി നബിദിനം, ഒരു പോസ്റ്റർ, ഒരു ആശംസാ കാർഡ് പോലും ഈ പാണ്ടിക്കാട് കുഞ്ഞൻ തൻ്റെ പോസ്റ്റിൽ ഇട്ടിട്ടില്ല. അവിടെയാണ് ഈ ഒരു മറ്റു മതങ്ങളുടെ ആചാരത്തിൽപ്പെടുന്ന ഒരു ഓണാഘോഷം അതിനൊരു പോസ്റ്റർ ഇട്ടത്. ഞാൻ പറയുന്നത് ഓണം ആശംസിക്കാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ ഓണത്തിന് സദ്യ കഴിക്കുക, ഇതൊന്നുമല്ല. അതൊക്കെ സാധാരണ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. മറ്റു മതങ്ങൾക്ക് ആശംസ പകരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഹിന്ദു സഹോദരൻ നമ്മൾ ഓണസദ്യക്ക് ക്ഷണിച്ചിട്ട് നമ്മളതിൻ്റെ പായസമോ ഓണസദ്യ കഴിക്കുന്നത് കൊണ്ടോ നമ്മൾ വീട്ടിൽ സദ്യ, ഇതൊന്നുമല്ല പ്രശ്നം. പക്ഷേ ഈ ഒരു പൂക്കളം ഇടുന്ന ഒരു ആചാരം ഒരു മതത്തിൻ്റെ ഒരു ആചാരമാണ്. അവർ ഹിന്ദു മതവിശ്വാസ പ്രകാരം അതിനൊരുപാട് ഐതിഹ്യങ്ങളുണ്ട്. നമ്മൾ എന്തിനാണ് അത്തരം ആചാരങ്ങൾ കടമെടുക്കും? ഞാനൊരു അറിവുള്ള ഒരാളല്ല, പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്, ഇതൊന്നും ശരിയായൊരു സംഗതിയല്ല. അപ്പൊ നമ്മൾ ഇന്നലെ നബിദിനത്തിന് കണ്ടു നോക്കുന്നത്, എത്ര പേരാണ് നബിദിനവുമായിട്ട് ബന്ധപ്പെട്ട് മാവേലി വരുന്നു, ദഫ്മുട്ടിൽ കയറുന്നു, കൈ കൊടുക്കുന്നു. ഓരോരുത്തരുടെ ആഘോഷങ്ങളിലാണ്. ആ ആഘോഷങ്ങളിൽ പരസ്പരം സഹകരിക്കുന്നത് എന്തൊരു രസമാണ് കാണാൻ. ഈ പൂക്കളമിടുക എന്ന് പറയുന്ന ഒരു ആചാരമാണ്, ഹിന്ദുവിന് ഐതിഹ്യമുണ്ട്. ആ ഐതിഹ്യം എന്തിനാണ് നമ്മൾ കടമെടുക്കുന്നത്? എനിക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ മതേതരത്വം തെളിയിക്കാൻ വേണ്ടി നമ്മൾ മത്സരിക്കാൻ പൂക്കളൊക്കെ ഇട്ടിട്ട് ഈ രീതിയിലേക്ക് അതൊരു ആചാരത്തിൻ്റെ ഭാഗമായി മാറുന്നത്, അതൊരു മുസ്ലിം വിശ്വാസിക്ക് ചേർന്നതല്ല എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ നോക്കിയാൽ കാണാം, ഗൾഫിലൊക്കെ ഒരുപാട് പേര് പല പല സംഘടനകളിൽ ഓണ ആഘോഷങ്ങൾ, ഇന്നലെ അവിടെ ഓണത്തല്ല് നടന്നു. ആ ഓണത്തല്ല് ഗൾഫിലൊക്കെ ആദ്യമായിട്ടുള്ള കൂട്ടത്തല്ല്, അടിപൊളി തല്ല്. അപ്പോൾ ഇതുപോലെ ഓണം ആഘോഷിക്കും, ഒരു തെളിവും ചോദിക്കാതെ അവരൊക്കെ ഓണാഘോഷിക്കൽ. നബിദിനം ആഘോഷിക്കുമ്പോൾ മാത്രമാണ് ഈ തെളിവിൻ്റെ ഒരു പ്രശ്നം വരുള്ളൂ. അങ്ങനെ തെളിവ് ചോദിക്കുന്നവരടക്കമാണ് ഈ ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുസ്ലിം സമൂഹത്തിന് ഓണം ആഘോഷിക്കുന്ന എന്തോ അവനവൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് കരുതാണ്. പലപ്പോഴും ഹിന്ദുമത വിശ്വാസികളെക്കാൾ ആക്റ്റീവായിട്ട് ഓണാഘോഷിക്കുന്ന ആരാണ്? നമ്മളാണ് എന്നുള്ളതാണ്. പക്ഷെ ഇതുപോലെ പൂക്കളം ഇടുക, എന്നിട്ട് നമ്മൾ അതൊരു ആഘോഷ രീതിയിലാക്കുക, അതൊരു ശരിയായ സംഗതിയല്ല. ഞാൻ ഉസ്താദിൻ്റെ പ്രഭാഷണം കേട്ടു. അതൊന്ന് കേൾക്കേണ്ട ഒരു പ്രഭാഷണം തന്നെ കേട്ടോ. നിങ്ങളൊരു പക്ഷേ ഈ ഉസ്താദിനെ പരിചയം ഉണ്ടാവും. ഓരോ മതസ്ഥർക്കും അവരവരുടേതായ ആചാരങ്ങളുണ്ട്. ആ ആചാരങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് പരസ്പരം ബഹുമാനിച്ചും സ്നേഹിച്ചും ജീവിക്കലാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര. അല്ലാതെ ഓരോരുത്തരുടെയും ആചാരങ്ങളെ കടമെടുക്കലല്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, നിങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ആചാരങ്ങളെ കടമെടുത്താൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആചാരങ്ങൾ കടമെടുക്കാതെയുള്ള സന്തോഷം പങ്കിടലൊക്കെ പണ്ട് മുതലേ സ്വഹാബത്തിന്റെ കാലം മുതലേണ്ടതൊക്കെ. നമ്മുടെ വീട്ടിൽ ഇപ്പൊ പെരുന്നാളാകുമ്പോ നമ്മൾ നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അയൽപക്കത്തുള്ള ഹൈന്ദവനും ക്രൈസ്തവനും ഒക്കെ കൊടുക്കാറുണ്ട്. അവരുടെ ഊണത്തിന് നല്ല പായസവും നല്ല സദ്യയും അവർ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരാറുണ്ട്. ഇതിനൊക്കെ വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഇവിടെ മാനുഷികമായ പരിഗണന പരസ്പരം വേണം എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോ അവൻ ഏത് മതസ്ഥനാണെങ്കിലും നീ വയറ് നിറയെ ഭക്ഷണം കഴിച്ചാൽ നീ യഥാർത്ഥ മുസൽമാൻ പോലും അല്ല എന്ന് പഠിപ്പിച്ച സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാണ് നമ്മൾ. പക്ഷെ നമ്മൾ ഇവിടെ നിന്നൊക്കെ വിട്ട്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ കുറച്ച് എക്സ്ട്രീം ലെവലിലേക്ക് നമ്മൾ പോയില്ലേ. ഇപ്പൊ അവരാണോ ഓണം ആഘോഷിക്കുന്നത്, നമ്മളാണോ ഓണം ആഘോഷിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത പോലത്തിലായി പോയി.
ഇത് വളരെ സത്യമാണ്. നമ്മൾ ഇന്നലെ സോഷ്യൽ മീഡിയ എടുത്ത് പരിശോധിച്ച് നോക്കുക. നമ്മൾ ബാക്കിയുള്ള ദിവസം ആരും പൂക്കളിടൂല. പൂക്കളിടുന്നതിനൊക്കെ ഒരു ഐതിഹ്യമുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പൂക്കളൊക്കെ ഇട്ടിട്ട് ഒരു കൾച്ചറിലേക്ക് നമ്മൾ വരുമ്പോൾ പുതിയ തലമുറ വിചാരിക്കുക എന്താണ്, ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്, ഇതിപ്പോൾ ചെയ്തത് കൊണ്ട് നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തായിരുന്നോ ഷിർക്കായി, അതൊന്നുമല്ല ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇതൊരു ശരിയായ സംഗതിയല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി വീഡിയോ കാണുന്ന ഒരു അഭിപ്രായം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. അല്ലാഹു അലം. എന്റെ വീടിന്റെ അടുത്തുള്ള പ്രസാദേട്ടൻ എന്നോട് വിളിച്ചിട്ട് പറയാണ്, ഷാഫി നീ വരുമ്പോ കുറച്ച് പൂ മേടിച്ചോണ്ട് വരും എന്ന് പറഞ്ഞാൽ ഞാൻ മേടിച്ചു കൊടുക്കും, ഒരു കുഴപ്പം എനിക്കില്ല, ഞാൻ എന്റെ വീട്ടിൽ പൂക്കളം ഇടാതിരുന്നാൽ മതി. ഇതൊന്നും വർഗീയതയല്ല. എനിക്ക് എന്റെ മതം പറയാനുള്ള അവകാശം ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടന അനുവദിച്ച് തന്നതാണ്. ഈ ഓണവുമായി ബന്ധപ്പെട്ടല്ലാത്ത സമയത്ത് നിങ്ങൾ വല്ല പൂക്കളം ഇടുന്നുണ്ടോ? ഇല്ല, ഓണത്തിൽ ഇടുന്നുള്ളൂ. അപ്പൊ എന്തോ ഒരു സംഗതി അവിടെ വരുന്നുണ്ട്. ഇതിന്റെ പിന്നിലുള്ള ഐതിഹ്യം എന്താണ്? ഇതൊരു ഹൈന്ദവ മതവുമായി ബന്ധപ്പെട്ട ആചാരമാണ്. അല്ലാന്ന് നിങ്ങൾ എത്ര സമർത്ഥിക്കാൻ ശ്രമിച്ചാലും ഇത് അങ്ങനെയുള്ള ഒരു ആചാരം തന്നെയാണ്. അത് യഥാർത്ഥ ഹിന്ദു മതവിശ്വാസികളോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി, അവര് പറഞ്ഞുതരും. എന്നാൽ ഈ പൂക്കളത്തിന്റെ പിന്നിലുള്ള ഐതിഹ്യം എന്താണ്? സ്വന്തം വീടിന്റെ മുമ്പിൽ പൂക്കളം ഇടാൻ കാരണമാകുന്നതിനുള്ള അതിന്റെ പിന്നിലുള്ള ഐതിഹ്യം. പല ആളുകൾക്കും തൃക്കാക്കര അപ്പനെ ദർശിക്കാൻ തൃക്കാക്കര വരെ വരാൻ പറ്റുന്നില്ല, ദൂരം കൂടുതലാണ്. അപ്പൊ അവിടുന്ന് ദേവന്റെ അരുളപ്പാടുണ്ട്, നിങ്ങൾ വീടിന്റെ മുമ്പിൽ പൂക്കളമിട്ട് എന്നെ പ്രതിഷ്ഠിച്ച് നിങ്ങൾ ആരാധിച്ചാൽ മതി, എന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. അപ്പൊ ഇത് പ്രതീക്ഷിച്ചിട്ടാണ് പൂക്കളം ഇടുന്നത് ഹൈന്ദവ മതവിശ്വാസികൾ. അപ്പൊ നമ്മൾ വീട്ടിൽ പൂക്കളം ഇട്ടിട്ട് ഇതൊക്കെ നമ്മുടെ തൗഹീദിനെ ബാധിക്കുന്ന സംഗതികളാണ്. നമുക്ക് ശിർക്കെന്താണെന്ന് അറിയാനും പാടില്ല, ശിർക്കല്ലാത്തതിനൊക്കെ പിടിച്ച് ശിർക്കാക്കുകയും ചെയ്യും. നമ്മൾ പിന്നെ അങ്ങനത്തെ കുറെ ആളുകളാണ്. അള്ളാഹു നമുക്ക് ബോധം നൽകുമാറാകട്ടെ. ആമീൻ. ഉസ്താദ് പറഞ്ഞത് കറക്റ്റാണ്. ഷിർക്കല്ലാത്തതിനെ കുറിച്ച് നമ്മൾ ഷിർക്കാക്കും, ഷിർക്കായതിനെ കുറിച്ച് നമ്മൾ ഒരു ഗൗരവവും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്തത് കൊണ്ട് ഷിർക്കാകുന്നു എന്നുള്ളതൊന്നുമല്ല, പക്ഷേ ഇതൊരു ശരിയായ രീതിയല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതൊക്കെ ഇന്ത്യയിൽ ഇതൊക്കെ സ്വാതന്ത്ര്യമുള്ളതാട്ടോ, ആർക്കും എന്ത് ആഘോഷം എടുക്കും. ഞാനൊരു മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു എനിക്കറിയാവുന്നതിൻ്റെ ചെറിയൊരു അറിവില്ലെന്ന് ഞാൻ പറഞ്ഞതാണ്. ഇതൊരു ശരിയായ സംഗതിയല്ല. ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിന് മുൻപ് പണ്ഡിതന്മാർ ഇക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു ഉത്ബോധനം കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞത്, അപ്പോൾ ഒരു ഓണാശംസകൾ പറയുന്നത് കൊണ്ട് യാതൊരു പ്രശ്നമില്ല, ആരും അതിന് പ്രശ്നമില്ല. വളരെ എന്തെങ്കിലും തീവ്ര സ്വഭാവമുള്ള ആളുകൾ മാത്രം ഓണം ആശംസിക്കുന്നത് പോലും പാടില്ല എന്നൊക്കെ പറയാറുള്ളൂ. അല്ലാത്ത ആരും അതിനൊന്നും എതിരല്ല. ഇപ്പോൾ ഇന്നലെ നബിദിന പരിപാടിയിലൊക്കെ കണ്ട സുന്ദരമായ കാഴ്ചകളൊക്കെ കണ്ടില്ലേ, അതിനൊക്കെ നമ്മൾ സപ്പോർട്ട്, അതൊക്കെയാണ് ദേശീയ കാഴ്ച. പക്ഷേ അതിൻ്റെ പേരിൽ ഇതുപോലെയുള്ള ആചാരങ്ങൾ കടമെടുക്കുന്നൊരു രീതി, ആചാരങ്ങൾ കവർന്നെടുക്കുന്നൊരു രീതി, ഓരോ വിശ്വാസികളും അവരുടേതായ ആചാരങ്ങൾ എടുക്കട്ടെ. അതാണ് അതിൻ്റെ ഒരു സന്തോഷം എന്നുള്ളത്. എന്തായാലും അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്ന് പല നാട്ടിലും നബിദിനാഘോഷമാണ്. ഞാൻ നബിദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു വീഡിയോ കണ്ടു, ഒരു വാപ്പാൻ്റെ ഒരു മോളിൽ വീഡിയോ ആണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ആ മോള് മദ്രസയിൽ നിന്ന് മധുരപലഹാരങ്ങൾ കൊണ്ടുവരണം, ഒരു കവർ നിറയെ മധുരപലഹാരങ്ങൾ. അപ്പോൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നവർ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയൊക്കെയാണ് നബിദിനാഘോഷത്തിൽ ഇത്രയും കവറിൽ മധുരപലഹാരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ളൊരു വീഡിയോ ആയത് എനിക്കത്. ആ കുട്ടി ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എനിക്കൊരാൾ അയച്ചു തന്നതാണ്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടോക്കി. നിങ്ങൾ നബിതങ്ങളുടെ 1500 മോൾക്ക് പിടിച്ചാൽ പൊങ്ങണും ചേട്ടാ, പാവം. ഇഷ്ടംപോലെ സാധനമൊക്കെ കിട്ടിയല്ലോ എന്ന്. കവർ നിറച്ചുണ്ട്. എത്രാമത്തെ നബിദിന? 1500 നബിദിനല്ലേ? ഇതൊക്കെ ആരാ തന്നത്? ആണോ? നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം അല്ലേ? എടുത്തോളൂ. മകക്ക് കിട്ടിയ സാധനം എന്തൊക്കെയാന്ന് നോക്കാം. നോക്കിയപ്പോ പോലെ സാധനം കിട്ടിയിട്ടുണ്ട്. ഓ, ഇനി 2 ആഴ്ചത്തേക്ക് അല്ലേ? പേനയൊക്കെ ഉണ്ടായിരുന്നു. ഓ, അത് ബുക്ക്. നല്ല അത്യാവശ്യം കവറിലല്ലോ സാധനം. ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, പേനയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്തുവാ? വെള്ളം വീട്ടിലേക്ക് കൊടുത്തു. നല്ല വിഷയം. എന്റെയും എന്റെ കുടുംബത്തിന്റെയും 1000 ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഓണമാണ്. അപ്പൊ എല്ലാവർക്കും ഓണാശംസ. അപ്പോൾ ഇന്നലെ വന്നൊരു വീഡിയോ ആണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. നിങ്ങളുടെ നാട്ടിലൊക്കെയുള്ള മദ്രസയിൽ അങ്ങനെ ഇത്രയധികം സമ്മാനങ്ങൾ കിട്ടുമോ? അപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ മദ്രസയിൽ കീശയിൽ കൊള്ളാവുന്ന മിഠായികളും മധുരപലഹാരങ്ങളൊക്കെയാണ് കിട്ടുക. അപ്പോൾ ചിലപ്പോൾ ഞാൻ ജോലി ചെയ്തിരുന്നൊരു നാടുണ്ട്, അയിരൂർ എന്ന് പറയും. മാഷാ അല്ലാഹ്, അവിടെ ഒരു കവറ് നിറയെ, ഇത്രയൊന്നും ഇല്ല കേട്ടോ. ഞാനവിടെ കുറേ കാലം ജോലി ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ അത്രയും വലിയൊരു ആഘോഷമാണ്. ഓരോ നാട്ടിലേക്കും നബിദിനാഘോഷങ്ങൾ വ്യത്യസ്ത രീതിയിലാണ്, ഭയങ്കര വൈബായിട്ട് ആഘോഷിക്കുന്നവരുണ്ട്. മാഷാ അല്ലാഹ്, എനിക്ക് ഈ കുട്ടിയുടെ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവർ ആ മദ്രസയിൽ നബിദിനത്തിൻ്റെ അന്ന് ഇങ്ങനെ മധുരപലഹാരങ്ങൾ കിട്ടിയിട്ട് വരുന്നത് എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു സന്തോഷമാണത്.
അത് അനുഭവിക്കാത്തവർക്ക് അത് മനസ്സിലാവില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഉമ്മമാർക്കൊക്കെ അറിയാം, കുട്ടികളാകുമ്പോൾ റാലി ഇങ്ങനെ നടക്കുന്ന സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കും, എന്നിട്ട് അവർക്ക് കൊടുക്കുമ്പോൾ ഇവർക്കും കിട്ടും, പിന്നെ പെൺകുട്ടിക്ക് മദ്രസയിൽ നിന്നും വേറെ കിട്ടും. അങ്ങനെ സന്തോഷം നിറഞ്ഞൊരു കാഴ്ച. മാഷാ അല്ലാ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള ഈ നബിദിനാഘോഷങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് സമ്മാനങ്ങൾ ഇങ്ങനെ റാലിയിലൊക്കെ പോയിട്ട് മധുരപലഹാരങ്ങൾ കിട്ടുന്നതിൻ്റെ ഇതൊക്കെ നിങ്ങൾ പങ്കുവെക്കണേ. ഈ ഒരു കുട്ടീനെ കുറിച്ച് എനിക്കറിയില്ല, ഈ വാപ്പ ആരാണെന്ന് നിൽക്കുക. ഇതിപ്പോൾ വീഡിയോ ഒരു പക്ഷേ അവർ കാണുമെങ്കിൽ സന്തോഷം, ഇന്ന ആളാണെന്നൊക്കെ ഒന്ന് അറിയുന്ന ആളുകളെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്താൽ വളരെ സന്തോഷമായി. ഇപ്പോൾ ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞൊരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാനിത് പങ്കുവച്ചത്. എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് ഇന്ന് നബിദിനാഘോഷിക്കുന്ന ആളുകളുണ്ട്, ഇന്നലെ ആഘോഷിച്ച ആളുകൾ, നിങ്ങൾ ആഘോഷ വിവരങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. നമ്മൾ ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, നമ്മുടെ ഇന്ത്യയിൽ ആരാണ് ഈ നബിദിനാഘോഷം ഒരു പൊതു അവധിയെ പ്രഖ്യാപിച്ചത്? ചോദ്യം BP സിംഗിളാണ് ശരിയായ ഉത്തരം. മിക്ക ആളുകളും ആൻസർ കറക്റ്റായിട്ട് എഴുതി. നമ്മളിന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ഹംസ റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുടെ ആരാണെന്നുള്ളതാണ്. കുടുംബപരമായിട്ട് ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ആ ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.